സംസ്ഥാന കോൺഗ്രസിനെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായും ആശയവിനിമയം നടത്തും. വി.ഡി. സതീശൻ, കെ. സുധാകരൻ തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. അതേസമയം സംസ്ഥാന കോൺഗ്രസിനെ സംഘടനാ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് എം.കെ. രാഘവൻ എം.പി. പറഞ്ഞു. ഈ ജനാധിപത്യ പാർട്ടിയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതും അതെല്ലാം തീരാവുന്ന വിഷയമുള്ളൂ. അതൊക്കെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ അത് പരിഹരിക്കും. തർക്കം വേണ്ട. അതൊരിക്കലും ഒന്നിനും ബാധിക്കില്ല. ആദ്യം പുകയാണോ ആദ്യം തീയാണോ ചോദ്യം വരലുണ്ട്. ഇല്ല, പുകയുമില്ല, തീയുമില്ല, ഒരു വിഷയമില്ല. ഏത് വീട്ടിലാണ് പ്രശ്നമില്ലാത്ത? എല്ലാ വീടുകളിലും 8% പ്രശ്നമില്ലേ? അത് ഇവിടത്തെ തീരാവുന്ന വിഷയമുള്ള. പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സംഘടനാപരമായി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. പാർട്ടിക്കകത്ത് തർക്കമില്ലെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടി യോഗങ്ങളെന്നും കെ. മുരളീധരൻ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി പോകണമെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ആർ. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്ക് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവും കെ. സുധാകരനും തമ്മിലുള്ള തർക്കമെന്ന തരത്തിലേക്ക് അത് പരസ്യ പോരായി തന്നെ മാറിയിരുന്നല്ലോ. ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ സന്ദേശം ഇതിനകം തന്നെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. കെ. സുധാകരനോടും ഒപ്പം പ്രതിപക്ഷ നേതാവിനോടും എന്താണ് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ, ഏതു സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നത് അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് കേട്ടിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൽ വിജയം ഉറപ്പാക്കുന്ന വിധത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാനായി സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന പ്രസ്താവനകൾ ആരും നടത്തരുത് എന്നൊരു നിർദ്ദേശം കൂടി സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെങ്കിൽ അത് ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് നടത്തും. അല്ലാതെ പരസ്യ പ്രസ്താവനകളിലേക്ക് കാര്യങ്ങൾ വഴിമാറരുത് എന്നതാണ്. ചിന്തൻ ശിബിറിൻ്റെ എല്ലാ വിധത്തിലുള്ള സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ KPCC പ്രസിഡന്റിനും ഒപ്പം പ്രതിപക്ഷ നേതാവിനും നൽകിയിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സംസ്ഥാനത്തെ മുതിർന്ന ചില നേതാക്കളോട് ഈ വിഷയത്തിലുള്ള അഭിപ്രായം അല്ലെങ്കിൽ സംസ്ഥാനത്തെ നിലവിലുള്ള സാഹചര്യം സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ദേശീയ നേതൃത്വം ആരായുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള കെ. മുരളീധരൻ്റെ അടുത്തു നിന്നും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉള്ള നിർദ്ദേശങ്ങൾ AICC ഈ വിഷയത്തിൽ തേടുന്നുണ്ട്. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പുകൾ നേരിടാനായിട്ടുള്ള ഒരു സമിതി അടക്കം രൂപീകരിക്കുന്ന വിഷയത്തിലേക്ക് തീരുമാനം നീളും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ നിന്ന് നേരിടണം. ആ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ വിധത്തിൽ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതിന് ആസ്പദമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ദേശീയ നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസിലെ സംഘടനാ പ്രശ്നത്തിനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കം ഉണ്ടാകുന്നത്. മുതിർന്ന നേതാക്കളുമായി അനുനയ നീക്കം, അത് അവരുമായുള്ള ചർച്ചകളിലേക്കൊക്കെ ഹൈക്കമാൻഡ് കടക്കുന്നു എന്നുള്ളതാണ്. അതിനിടെ പാർട്ടിക്കകത്ത് തർക്കമില്ലെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടി യോഗങ്ങളെന്നും കെ. മുരളീധരൻ പറഞ്ഞു. ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല. പിന്നെ പാർട്ടി യോഗങ്ങൾ എന്ന് പറയുന്നത് എന്തിനാ? തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ ചേരുന്നത്. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടവർ തിരുത്തും. ഏതെങ്കിലും ചില ഇരുട്ടിൻ്റെ ശക്തികൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അതിലൊരു ഉത്തരവാദിത്വമില്ല. അതാണ് പറയുന്നത്. നേരെ ജീവ പറയാണ്ട് പമ്മി നിന്ന് പറയുന്നവർ ഇരുട്ടിൻ്റെ സന്തതി. ഇവിടെ തന്നെ ചില വിദ്വാന്മാരില്ലേ, DCCക്കെതിരായിട്ട് അർദ്ധരാത്രി ആരും കാണാണ്ട് പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുക, അങ്ങനെ ചില വിക്രകൾ കാണിക്കുന്ന വിദ്വാന്മാരുണ്ട്. അതിന് അവർ പറയുന്നതൊന്നും ഈ കണക്കിൽ കൂട്ടണ്ട. പരസ്യമായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി വേദികൾ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ പാർട്ടി സ്വീകരിക്കും.